കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ബാക്കിയാണെന്ന് പഠിക്കുന്നത്. ബ്രേക്ക് ഈവൻ പോയിന്റും പി വി റേഷ്യോയും ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണെന്ന് പഠിക്കുന്നത്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പഠിച്ചു. ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ എത്രമാത്രം എമൗണ്ട് ആണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്രമാത്രം എമൗണ്ട് ആണോ നമ്മൾ ചെലവഴിക്കുന്നത്, ആ എമൗണ്ടും നമുക്ക് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന വരുമാനവും തമ്മിൽ ഈക്വൽ ആകുമ്പോഴാണ് ആ പോയിന്റിനാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ബിസിനസ്സിൻ്റെ ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂവും ഈക്വൽ ആവുന്ന പോയിന്റിനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. ബ്രേക്ക് ഈവൻ പോയിന്റ് ഈസ് ദാറ്റ് പോയിന്റ് ഓഫ് ബിസിനസ് വേർ the total cost becomes equal to the total revenue of the business. ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂ ഈക്വൽ ആവുന്ന പോയിന്റാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. ആ ബ്രേക്ക് ഈവൻ പോയിന്റിന്റെ പ്രത്യേകത പറഞ്ഞാൽ ബിസിനസ്സിന് പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ലാത്ത പോയിന്റാണ്. സോ ദർ ഇസ് നോ പ്രോഫിറ്റ്, നോ ലോസ് for the business. So break-even point is that point of business where the total cost invested in the business becomes equal to the total revenue generated from the business, and this point is known as break-even point. And the speciality of this point is that at this point of business there is no profit nor loss. ലാഭവുമില്ല നഷ്ടവുമില്ലാത്ത ഈ പോയിന്റാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. സോ ഇതാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് വെച്ചു. അപ്പോൾ ഈ ബ്രേക്ക് ഈവൻ പോയിന്റിൽ നമ്മളെ സെയിൽസ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഇല്ല നഷ്ടമില്ലാത്ത പോയിന്റ് ആയിരിക്കും ബ്രേക്ക് ഈവൻ പോയിന്റിൽ. ഇപ്പം പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് 0 ആയിരിക്കും, ലോസ് 0 ആയിരിക്കും. നമ്മളിപ്പോൾ ബ്രേക്ക് ഈവൻ പോയിന്റ് മുകളിലാണ് നമ്മുടെ സെയിൽസ്, ബിസിനസ്സിൻ്റെ സെയിൽസ് കച്ചവടം പോകുന്നതെങ്കിൽ, ഇപ്പോൾ സെയിൽസ് ഗോസ് എബവ് ബ്രേക്ക് ഈവൻ പോയിന്റ് ആണെങ്കിൽ ബിസിനസ്സിന് പ്രോഫിറ്റ് ആയിരിക്കും. ഇപ്പം നമ്മുടെ സെയിൽസ് ബ്രേക്ക് ഈവൻ പോയിന്റിനേക്കാൾ താഴോട്ടാണ് പോകുന്നതെങ്കിൽ ബിസിനസ്സിന് ലോസ് ആയിരിക്കും. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് എന്തുവാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന്. എന്നാലും നമ്മളൊന്ന് റിവൈസ് ചെയ്യുന്നുള്ളൂ. ബ്രേക്ക് ഈവൻ പോയിന്റ് ഇസ് ദാറ്റ് പോയിന്റ് ഓഫ് ബിസിനസ് വേർ ദ ടോട്ടൽ കോസ്റ്റ് ഇൻവെസ്റ്റഡ് ഇൻ ദ ബിസിനസ് ബിക്കംസ് ഈക്വൽ ടു ദ ടോട്ടൽ റവന്യൂ ജനറേറ്റഡ് ഔട്ട് ഓഫ് ദ ബിസിനസ്. അതായത് ബിസിനസ്സിന് എത്രമാത്രം എമൗണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്, അതിൽ നിന്ന് ബിസിനസ്സിൽ കിട്ടുന്ന വരുമാനവും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടും നമുക്ക് കിട്ടുന്ന വരുമാനം ഈക്വൽ ആണെങ്കിൽ ബിസിനസ്സിന് ലാഭവും ഇല്ല നഷ്ടവും ഇല്ല എന്ന് പറയും. ആ ബിസിനസ്സിൻ്റെ പോയിന്റിനാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. ബ്രേക്ക് ഈവൻ പോയിന്റിന് മുകളിലോട്ടാണ് സെയിൽസ് പോകുന്നതെങ്കിൽ, അതായത് ബ്രേക്ക് ഈവൻ പോയിന്റ് കഴിഞ്ഞാണ് സെയിൽസ് പോകുന്നതെങ്കിൽ, അതായത് എങ്കിൽ ബിസിനസ്സിന് പ്രോഫിറ്റ് ആയിരിക്കും. ബ്രേക്ക് ഈവൻ പോയിന്റിന് താഴോട്ടാണ് സെയിൽസ് പോകുന്നതെങ്കിൽ ബിസിനസ്സിന് ലോസ് ആയിരിക്കും. നമ്മളിതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. പിന്നെ ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്താണെന്ന് പഠിച്ചു. ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, പിന്നെ വോളിയൂം ഓഫ് ഔട്ട്പുട്ട്, പിന്നെ പ്രോഫിറ്റ്, ഇത് മൂന്നും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുന്നത്. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്, ഒന്ന് റിവൈസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഈ കോസ്റ്റും വോളിയൂം ഓഫ് ഔട്ട്പുട്ടും പ്രോഫിറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ ബ്രേക്ക് ഈവൻ അനാലിസിസിനെ നമ്മൾ CVP അനാലിസിസ് എന്ന് പറയും എന്നൊക്കെ പഠിച്ചായിരുന്നു. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടാണ് നമ്മളിങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. പിന്നെ നമ്മൾ ഇന്ന് പുതുതായിട്ട് പഠിക്കാൻ പോകുന്നത് PV റേഷ്യോ എന്താണെന്ന് പഠിക്കും. അത് ബേസ് ചെയ്ത് കുറച്ച് ഇക്വേഷൻസ് പഠിക്കും. അത് ബേസ് ചെയ്തുള്ള പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമ്മൾ പഠിക്കും. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം. ആദ്യം നമ്മൾ കാൽക്കുലേഷൻ ഓഫ് BEP. അപ്പോൾ BEP ഇൻ യൂണിറ്റ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാം. BEP ഇൻ യൂണിറ്റ്സ്. സോ കാൽക്കുലേഷൻ ഓഫ് BEP ഇൻ യൂണിറ്റ്സ്. സോ BEP നമ്മൾ യൂണിറ്റ്സിൽ എങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. BEP യൂണിറ്റ്സ് ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ, അതിൻ്റെ ഫോർമുല തന്നെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ്. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഓക്കെ, നമ്മൾ BEP ഇൻ യൂണിറ്റ്സ് കണ്ടുപിടിക്കാൻ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്, അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ കൂടെ ഉണ്ട്, ബ്രേക്ക് ഈവൻ സെയിൽസ് ഡിവൈഡഡ് ബൈ selling price per unit.
അപ്പോൾ ഈ രണ്ട് ഇക്വേഷനാണ് നമ്മൾ പഠിക്കേണ്ടത്. BEP കാൽക്കുലേഷൻ ഓഫ് BEP ഇൻ യൂണിറ്റ് വാല്യൂവിനാണ് ബ്രേക്ക് ഇവൻ പോയിന്റ് വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് അല്ലെങ്കിൽ ബ്രേക്ക് ഇവൻ സെയിൽസ് ഡിവൈഡ് ബൈ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ്. ഈ ഇക്വേഷൻ നമ്മൾ പഠിക്കുക, എന്നാലേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഇനി ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻ സെയിൽസ് വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കണം എന്ന് വെച്ചാൽ അതിന് വേറെ 3 ഇക്വേഷൻസ് ഉണ്ട്. ആ 3 ഇക്വേഷൻസ് നമ്മൾ പഠിക്കണം. അതിൽ ആദ്യത്തെ ഇക്വേഷൻ ബ്രേക്ക് ഇവൻ പോയിന്റ് BEP in sales value. അപ്പോൾ ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻ സെയിൽസ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് into total sales value total fixed cost into total sales value divided by total sales value minus total variable cost ആണ്. അപ്പോൾ നമുക്കിതിൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിനെ നമുക്ക് എഫ് എന്ന് കൊടുക്കാം, ടോട്ടൽ സെയിൽസ് വാല്യൂവിനെ എസ് എന്ന് കൊടുക്കാം, പിന്നെ ടോട്ടൽ സെയിൽസ് അപ്പം നമുക്ക് ഇക്വേഷൻ പറയാം, പിന്നെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റിനെ വി എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എഫ് ഇൻറ്റു എസ് ഡിവൈഡഡ് ബൈ എസ് മൈനസ് വി ആണ്. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ ഭയങ്കര സിമ്പിളാണ്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഇൻറ്റു ടോട്ടൽ സെയിൽസ് വാല്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ സെയിൽസ് വാല്യൂ മൈനസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഇട്ടാൽ നമുക്ക് BEP അല്ലെങ്കിൽ ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻ സെയിൽസ് വാല്യൂ കിട്ടി. ബി നമുക്ക് ഈ ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻ സെയിൽസ് വാല്യൂ ഈ ഇക്വേഷനിൽ തന്നെ കുറച്ചൊരു വ്യത്യാസം അല്ലെങ്കിൽ കുറച്ച് വേരിയേഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വേറൊരു ഇക്വേഷൻ കിട്ടും. സംഭവത്തിൽ കുറച്ച് നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരുന്നേ ഉള്ളൂ. ഇതിനെ നമ്മൾ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഇൻറ്റു ടോട്ടൽ സെയിൽസ് വാല്യൂ ഡിവൈഡഡ് ബൈ ഈ ടോട്ടൽ സെയിൽസ് നമുക്കറിയാം സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് നമ്മൾ എന്തോ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയുമെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ ടോട്ടൽ സെയിൽസ് വാല്യൂ മൈനസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റിനെ നമുക്ക് എന്തോന്ന് പറയാം, ടോട്ടൽ കോൺട്രിബ്യൂഷൻ എന്ന് മാറ്റി എഴുതാം. അപ്പോൾ നമുക്ക് ഇക്വേഷനെ മാറ്റി എഴുതാം. എഫ് ഇൻറ്റു എസ് ഡിവൈഡഡ് ബൈ സി. സി എന്ന് പറഞ്ഞാൽ ഇവിടെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. എസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെയിൽസ് വാല്യൂ ആണ്. ബി എന്ന് പറഞ്ഞാൽ വേരിയബിൾ കോസ്റ്റ് ആണ്. പിന്നെ ഇനി ഒരു ഇക്വേഷനും കൂടെ ഉണ്ട്, വേറൊന്നുമല്ല, BEP ഇൻ സെയിൽസ് വാല്യൂ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. BEP in units into selling price per unit. അപ്പോൾ ഇതിൽ നമ്മൾ ഈ 3 ഇക്വേഷനും പഠിക്കണം. BEP in sales value, total fixed cost into total sales value divided by total sales value minus total variable cost. അല്ലെങ്കിൽ ആ ഇക്വേഷൻ നമ്മൾ മാറ്റും, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് into ടോട്ടൽ സെയിൽസ് വാല്യൂ ഡിവൈഡഡ് ബൈ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് കോൺട്രിബ്യൂഷൻ ആണ്. അങ്ങനെ മാറ്റി ചെയ്ത് ടോട്ടൽ കോൺട്രിബ്യൂഷൻ ആക്കി. പിന്നെ BEP in സെയിൽസ് വാല്യൂ കണ്ടുപിടിക്കാൻ BEP in യൂണിറ്റ് വാല്യൂ. BEP in യൂണിറ്റ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ കഴിഞ്ഞ ഇതിൽ പഠിച്ചു വരുന്നു. അതായത് ഈ ഇക്വേഷൻ ഇൻറ്റു ടോട്ടൽ ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ്. ഈ 3 ഇക്വേഷനും പഠിക്കുക. പിന്നെ ഇതിനു മുമ്പ് പഠിച്ച ഈ 2 ഇക്വേഷനും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലംസ് എല്ലാം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇത്രയും ഇക്വേഷൻ പഠിച്ച് ടോട്ടൽ 5 ഇക്വേഷൻസ് പഠിച്ചു. ഈ 5 ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ ഇന്ന് നമ്മൾ പഠിക്കുന്ന ബ്രേക്ക് ഈവൻ പോയിന്റുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ടു വോളിയം റേഷ്യോ ഉണ്ട്. ഇതെന്താണെന്ന് കൂടെ പഠിക്കാം. പ്രോഫിറ്റ് ടു വോളിയം റേഷ്യോനെ നമ്മൾ PV റേഷ്യോ എന്നും പറയും. PV റേഷ്യോ ഈസ് ആക്ച്വലി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോൺട്രിബ്യൂഷൻ ആൻഡ് സെയിൽസ്. PV റേഷ്യോ എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസിനെയാണ് നമ്മൾ PV റേഷ്യോ എന്ന് പറയുന്നത്.
അല്ലെങ്കിൽ ഈക്വേഷൻ നമുക്ക് വേറെ രീതിയിലും കൂടെ എഴുതാം. ചേഞ്ച് ഇൻ കോൺട്രിബ്യൂഷൻ, ഈ ഇക്വേഷനിൽ തന്നെ നമുക്ക് വേറൊരു രീതി എഴുതാം. ചേഞ്ച് ഇൻ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു 100 എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇക്വേഷൻ നമുക്ക് എഴുതാം പി വി റേഷ്യോ ഈക്വൽ ടു ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു 100 എന്ന് എഴുതാം. അല്ലെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് വീണ്ടും മാറ്റി എഴുതാൻ പറ്റും. പി വി റേഷ്യോന് ഒരു ഇക്വേഷൻ കൂടെ ഉണ്ട്. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ബ്രേക്ക് ഈവൻ സെയിൽസ്. അപ്പോൾ ഈ 3 ഇക്വേഷൻ ഉണ്ട്. 1, 2, 3, 4. ഇതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ബ്രേക്ക് ഇവൻ സെയിൽസിന് ഒരു ഇക്വേഷൻ കൂടെ കണ്ടുപിടിക്കാം. ബ്രേക്ക് ഇവൻ സെയിൽസിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഇത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബ്രേക്ക് ഇവൻ സെയിൽസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റിന് FC നടുകയാണ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ. നമുക്ക് ഇങ്ങനെയും ഇക്വേഷനെ മാറ്റി ഒന്ന് എഴുതാൻ മതി. ഓക്കെ, നമുക്ക് പി വി റേഷ്യോന് മെയിനായിട്ട് ഈ ഇക്വേഷൻ മാത്രം നമ്മൾ തൽക്കാലം പ്രോബ്ലം ചെയ്യാൻ യൂസ് ചെയ്യുള്ളൂ. പക്ഷേ ബാക്കി എല്ലാ ഇക്വേഷനും നമ്മൾ അറിയണം. So PV ratio is actually the relationship between contribution and sales. Contribution divided by sales നെയാണ് നമ്മൾ PV ratio എന്ന് ജനറൽ ആയിട്ട് പറയുന്നത്. വേറെ കുറേ ഇക്വേഷൻ ഉണ്ട്, പക്ഷേ ഇതാണ് മെയിൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ് വാല്യൂ. അപ്പോൾ PV ratio എപ്പോഴും പെർസെൻറ്റേജിലായിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇൻറ്റു 100 എന്ന ഇക്വേഷൻസിലെല്ലാം വന്നേക്കുന്നത്. സോ PV ratio is always expressed in percentage terms ആയിരിക്കും PV ratio എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. നമുക്കിനി പ്രോബ്ലത്തിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കമ്പ്യൂട്ട് ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ് ആൻഡ് സെയിൽസ് വാല്യൂ. ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സും കണ്ടുപിടിക്കാം, ഇൻ സെയിൽസ് വാല്യൂ ഫ്രം ദ ഫോളോയിങ് ഡേറ്റ. ടോട്ടൽ ഔട്ട്പുട്ട് തന്നിട്ടുണ്ട് 15,000 യൂണിറ്റ്സ്, സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് തന്നിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ₹20 തന്നിട്ടുണ്ട്, ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സും കണ്ടുപിടിക്കാം, ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ സെയിൽസ് വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ് കണ്ടുപിടിക്കാം. ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ്. അപ്പം ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സിൻ്റെ ഫോർമുല നമുക്കറിയാം. 2 ഫോർമുല ഉണ്ട്, പക്ഷേ അതിൽ നമുക്ക് ഇതിൽ വാല്യൂസ് അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് മാത്രമേ നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യുള്ളൂ. നമ്മൾ ആദ്യം പഠിച്ച ഇക്വേഷന് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ് നമ്മൾ പഠിച്ച ഇക്വേഷൻ. ഇതിൽ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് അറിയാം. എത്രയാണ് ഫിക്സഡ് കോസ്റ്റിൻ്റെ വാല്യൂ ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, 1,20,000. അത് നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ കോൺട്രിബ്യൂഷൻ്റെ വാല്യൂ നമുക്കറിയാം, കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. നമുക്ക് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റിൻ്റെ വാല്യൂ നമുക്കറിയില്ല. അപ്പോൾ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഞാനിവിടെ എഴുതുക, കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് മൈനസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ്. അപ്പം നമ്മൾ ആ ഇക്വേഷൻ നമുക്കറിയണം. പ്രോബ്ലം നമുക്കത് അറിയേണ്ട ഇക്വേഷനാണ്. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് മൈനസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ്. അപ്പോൾ ആ ഇക്വേഷൻ ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇവിടെ SP പെർ എന്ന് ഞാൻ എഴുതുകയാണ്, പെർ യൂണിറ്റ് ആണ്, മൈനസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്താലാണ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എടുത്തത്. നമുക്ക് 1,20,000 ഡിവൈഡഡ് ബൈ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എത്രയാണ്, ₹30 ആണ്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ₹20 ആണ്. അപ്പോൾ ഈ രണ്ട് വാല്യൂ നമ്മൾ എടുക്കുക, 30 മൈനസ് 20, അതായത് 1,20,000 ഡിവൈഡഡ് ബൈ 10.
അപ്പം BEP in units നമുക്ക് വാല്യൂ കിട്ടി 1,20,000 divided by 10 ആണ്. 1,20,000 divided by 10 എന്ന് പറയുമ്പോൾ 12,000 rupees ആണ്. 12,000 units ആണ് കിട്ടിയത്. ഇത് ആർക്കും ഡൗട്ട് ഇല്ല എന്ന് തോന്നുന്നു. ഇനി നമുക്ക് BEP in sales value കണ്ടുപിടിക്കുക. ഇത് കണ്ടുപിടിച്ച് BEP in units കണ്ടുപിടിച്ച് ഇനി BEP in sales value കണ്ടുപിടിക്കണം. BEP in sales value equation നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. F into S divided by F minus S അല്ലെങ്കിൽ ടോട്ടൽ കോൺട്രിബ്യൂഷൻ. നമ്മളിതിൽ അതായത് F എന്ന് പറഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റ് ആണ്, S എന്ന് പറഞ്ഞാൽ സെയിൽസ് വാല്യൂ ആണ്, C എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ ആണ്. അപ്പോൾ നമുക്കിതിൽ സെയിൽസ് വാല്യൂ അറിയത്തില്ല, കോൺട്രിബ്യൂഷൻ്റെ വാല്യൂ അറിയത്തില്ല. F എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ആണ്, S എന്ന് പറഞ്ഞാൽ ടോട്ടൽ സെയിൽസ് വാല്യൂ ആണ്, C എന്ന് പറഞ്ഞാൽ ടോട്ടൽ കോൺട്രിബ്യൂഷൻ ആണ്. അപ്പോൾ ഇതിൽ ടോട്ടൽ നമുക്കിതിൽ ഈ സെയിൽസ് വാല്യൂ അറിയത്തില്ല, കോൺട്രിബ്യൂഷൻ അറിയത്തില്ല, ഫിക്സഡ് കോസ്റ്റ് മാത്രം അറിയാം. അപ്പോൾ സെയിൽസ് വാല്യൂ ആദ്യം കണ്ടുപിടിക്കുക. സെയിൽസ് വാല്യൂ ഈക്വൽ ടു നമുക്കിതിൽ സെയിൽസ് വാല്യൂ ഈക്വൽ ടു ടോട്ടൽ ഔട്ട്പുട്ട് ഇൻറ്റു SP പെർ യൂണിറ്റ് ആണ്. അതായത് ടോട്ടൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ക്വസ്റ്റ്യനിൽ എത്രയാണ് ടോട്ടൽ ഔട്ട്പുട്ട് 15,000 ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എത്രയാണ് ₹30. അപ്പം നമുക്കറിയാം 4,50,000 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതിൽ സെയിൽസ് വാല്യൂ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിലെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? കോൺട്രിബ്യൂഷനും ഇതേപോലത്തെ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിച്ചൂടെ? കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു ടോട്ടൽ ഔട്ട്പുട്ട് ഇൻറ്റു കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ നമ്മൾ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഇപ്പം ടോട്ടൽ ഔട്ട്പുട്ട് എന്ന് 15,000 തന്നെയാണ്. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു നേരത്തെ. അതായത് ഇവിടെ കണ്ടുപിടിച്ച് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് അതായത് 30 - 20 അതായത് 10 എന്നുള്ള വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ചത്. ആ 10 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 1,50,000 എന്ന് കിട്ടും. അപ്പോൾ നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് BEP in സെയിൽസ് വാല്യൂ ആണ്. നമുക്ക് ഫോർമുല അറിയാം, F into S divided by C, അതായത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഇൻറ്റു സെയിൽസ് വാല്യൂ ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ ആണ്. ഇതിൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യന് തന്നെ അറിയാം, തന്നിട്ടുണ്ട് ഡയറക്റ്റ് ആയിട്ട്. ഫിക്സഡ് കോസ്റ്റ് 1,20,000 ആണ്. ഇതിൽ S അല്ലെങ്കിൽ ടോട്ടൽ സെയിൽസ് വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ചു 4,50,000 ആണ്. പിന്നെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഇവിടെ കണ്ടുപിടിച്ചു 1,50,000 ആണെന്ന്. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ചെയ്യാൻ ഭയങ്കര സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. 1,50,000 4,50,000 3 വെച്ച് കട്ട് ചെയ്യാം. 1,20,000 ഇൻറ്റു 3 rupees 3,60,000 നമുക്ക് കിട്ടും. 3,60,000. സോ ഇത് ഇത്രയും ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഇത് വേറെ രീതിയിലും നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. അതായത് ഈ ബ്രേക്ക് ഈവൻ പോയിന്റിന് യൂണിറ്റ്സ് വെച്ച് കണ്ടുപിടിച്ചതിന് ശേഷം വേറൊരു ഫോർമുല ഉണ്ടല്ലോ, നമ്മൾ അവസാനം പഠിച്ച ഫോർമുല ചെയ്താലും ചെയ്യാം. പക്ഷേ എങ്ങനെ ചെയ്താലും ആൻസർ കിട്ടും. നമ്മൾ തൽക്കാലം ഈ രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അടുത്ത പ്രോബ്ലത്തിലോട്ട് പോകാം. അപ്പോൾ ഫ്രം ദ ഫോളോയിങ് കാൽക്കുലേറ്റ് BEP in units and sales value. ഏതാണ്ട് കഴിഞ്ഞ അതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് BEP in units കണ്ടുപിടിക്കണം. BEP in units അതായത് ബ്രേക്ക് ഈവൻ പോയിന്റിന് യൂണിറ്റ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് ഫോർമുല അറിയാം. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ്. ഫിക്സഡ് കോസ്റ്റ് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 50,000 രൂപയാണ്, 50,000. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റിൻ്റെ ഫോർമുല നമുക്കറിയാം, സെല്ലിംഗ് പ്രൈസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ്. 50,000 ഡിവൈഡഡ് ബൈ
സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 30 ആണ്, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 20 ആണ്. 30 മൈനസ് 20, 50,000 ഡിവൈഡഡ് ബൈ 10 ആവും. അതായത് 5,000 യൂണിറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. 5,000 യൂണിറ്റ്സ്. ഫൈവ് തൗസൻഡ് യൂണിറ്റ്സ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതാർക്കും ഡൗട്ട് ഇല്ലാന്ന് തോന്നുന്നു. അപ്പം BEP ഇൻ യൂണിറ്റ്സ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് BEP ഇൻ യൂണിറ്റ്സ് കണ്ടുപിടിച്ചു. ഇനി BEP ഇൻ സെയിൽസ് വാല്യൂ കൂടെ കണ്ടുപിടിക്കണം. BEP ഇൻ സെയിൽസ് വാല്യൂ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അവസാനം ഒരു ഇക്വേഷൻ പഠിച്ചായിരുന്നു BEP ഇൻ സെയിൽസ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട്. നമുക്ക് BEP ഇൻ യൂണിറ്റ്സും അറിയാം, സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റും അറിയാമെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ഇക്വേഷനാണ് ഈ പ്രോബ്ലത്തിൽ ചെയ്യുന്നത്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഈ ഇക്വേഷൻ ചെയ്യാമായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഡൗട്ടുള്ളവർ ഈ ഫസ്റ്റ് പ്രോബ്ലം ഈ പറഞ്ഞ ഇക്വേഷൻ ഇട്ട് നമ്മൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. ആ രീതിയിൽ നമുക്കിത് ചെയ്യാം. നമ്മളെല്ലാ മെത്തേഡും അറിയണം. കാര്യം ചില പ്രോബ്ലത്തിൽ ഒരു മെത്തേഡ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ പ്രോബ്ലത്തിൽ നമുക്ക് രണ്ട് മെത്തേഡും ചെയ്യാം. BEP ഇൻ സെയിൽസ് വാല്യൂ കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷനും യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പഠിച്ച BEP ഇൻ സെയിൽസ് വാല്യൂക്ക് വേറൊരു ഇക്വേഷൻ ഉണ്ട്. BEP ഇൻ യൂണിറ്റ്സ് ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് പെർ SP പെർ യൂണിറ്റ് എന്ന് പറഞ്ഞ ഇക്വേഷൻ വെച്ച് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. പക്ഷെ നമ്മളെല്ലാ ഇക്വേഷനും അറിഞ്ഞിരിക്കണം പ്രോബ്ലം ചെയ്യാൻ. അപ്പോൾ ഇതിൽ ഈ ഇക്വേഷൻ നമുക്കത് ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. BEP ഇൻ യൂണിറ്റ് വാല്യൂ ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ്. BEP ഇൻ യൂണിറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണെന്ന് അറിയാം. യൂണിറ്റ് വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് 5,000 ആണ്. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെല്ലിംഗ് പ്രൈസ് SP പെർ യൂണിറ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 30 rupees ആണ്. 30. അപ്പം BEP ഇൻ സെയിൽസ് വരുന്ന ₹1,50,000 എന്ന് കിട്ടും. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിൾ പ്രോബ്ലം ആണ്. നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ വിത്തിൻ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്. ഇനി അടുത്ത പ്രോബ്ലം നമുക്ക് നോക്കാം. ഇത് ഭയങ്കര എളുപ്പമാണ്. കാൽക്കുലേറ്റ് BEP ഇൻ സെയിൽസ് വാല്യൂ ആണ്. അപ്പോൾ ഇത് BEP ഇൻ സെയിൽസ് വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ BEP ഇൻ സെയിൽസ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. ഫോർമുല എന്ന് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഇൻറ്റു ടോട്ടൽ സെയിൽസ് വാല്യൂ ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ ആണ്. നമ്മൾ ടോട്ടൽ കോൺട്രിബ്യൂഷൻ, ഇതാണ് ഇക്വേഷൻ, നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് അറിയാം, ടോട്ടൽ സെയിൽസ് വാല്യൂ അറിയാം, ടോട്ടൽ കോൺട്രിബ്യൂഷൻ നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഈ ഇക്വേഷൻ തന്നെ നമുക്ക് തിരിച്ച് മാറ്റി എഴുതാം. ഈ ടോട്ടൽ കോൺട്രിബ്യൂഷനെ തന്നെ നമുക്ക് വേറെ രീതി എഴുതാം. F ഇൻറ്റു S ഡിവൈഡഡ് ബൈ S മൈനസ് ബി. കാര്യം ടോട്ടൽ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ S മൈനസ് ബി എന്ന് തന്നെയല്ലേ. ഫിക്സഡ് കോസ്റ്റ് ഇൻറ്റു സെയിൽസ് വാല്യൂ ഡിവൈഡഡ് ബൈ സെല്ലിംഗ് പ്രൈസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് എന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഇതിൽ ഫിക്സഡ് കോസ്റ്റ് എത്രയാണെന്ന് നമുക്കറിയാം, 1 lakh ആണ്. ഇതിലെ സെയിൽസ് വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3 lakh ആണ്. ടോട്ടൽ കോൺട്രിബ്യൂഷൻ S മൈനസ് ബി. S എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെയിൽസ് വാല്യൂ 3 lakh ആണ്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 1,50,000 ആണ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ 1 lakh ഇൻറ്റു 3 lakh, 3 lakh മൈനസ് 1,50,000 1,50,000 ആണ്. ഈ 1,50,000 3 lakhനെ 2 പ്രാവശ്യം കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ബ്രേക്ക് ഈവൻ പോയിന്റ് സെയിൽസ് വാല്യൂന്ന് ₹2 lakh ആണ്. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിൾ പ്രോബ്ലം ആണ്. ഫോർമുല അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന പ്രോബ്ലമേ ഉള്ളൂ. അടുത്തത് നമ്മൾ PV റേഷ്യോ കണ്ടുപിടിക്കുക. നമ്മൾ PV റേഷ്യോയുടെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. PV റേഷ്യോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ടു
പ്രോഫിറ്റ് ടു വോളിയം റേഷ്യോ എന്ന് പറയും, PV റേഷ്യോ. ഇതിൻ്റെ ഫോർമുല നമ്മൾ പഠിച്ചായിരുന്നു, കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് ഇൻറ്റു 100. ഇത് എപ്പോഴും പെർസെൻറ്റേജ് ടേംസിലായിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എപ്പോഴും പെർസെൻറ്റേജിലായിരിക്കും, അത് നമ്മൾ ഒരിക്കലും മറക്കല്ല. അപ്പോൾ കോൺട്രിബ്യൂഷൻ്റെ വാല്യൂ നമുക്കറിയാം 80,000 ആണ്, ഡിവൈഡഡ് ബൈ സെയിൽസിൻ്റെ വാല്യൂ 2 lakh ആണ്, ഇൻറ്റു 100. ഇതിൽ നമുക്ക് നോക്കാം, ഒരു 40,000 വെച്ച് ഇതിൽ നമുക്ക് ഈ 1000 രണ്ടും ആദ്യം ക്യാൻസൽ ചെയ്ത് കളയാം, പിന്നെ ഈ സീറോസ് രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പം നമുക്ക് ആൻസർ കിട്ടി 40 എന്ന് കിട്ടി. അപ്പോൾ ആൻസർ അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുക, ഈ 40 എന്ന് പറഞ്ഞാൽ എപ്പോഴും പെർസെൻറ്റേജ് ടേംസിലായിരിക്കും. കാര്യം PV റേഷ്യോ എപ്പോഴും പെർസെൻറ്റേജ് ടേംസിലായിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത്. PV റേഷ്യോ 40% ആണ്. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാം. ഫോർമുല മാത്രം അറിഞ്ഞാൽ മതി. PV റേഷ്യോ ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് ഇൻറ്റു 100. അപ്പോൾ അടുത്ത പ്രോബ്ലത്തിലോട്ട് പോകാം. ഇത് ഭയങ്കര സിമ്പിൾ പ്രോബ്ലമാണ്. കാൽക്കുലേറ്റ് PV റേഷ്യോ ആൻഡ് BEP. PV റേഷ്യോ കണ്ടുപിടിക്കാം, BEPയും കണ്ടുപിടിക്കാം. നമ്മൾ PV റേഷ്യോയും BEPയും കൂടെ ഒരുമിച്ച് തരികയാണെങ്കിൽ നമുക്കിത് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ആദ്യം നമുക്ക് PV റേഷ്യോ കണ്ടുപിടിക്കാം. PV റേഷ്യോയുടെ ഫോർമുല നമുക്കറിയാം, കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ആണ് ഫോർമുല. Contribution divided by sales into 100. Contribution divided by sales into 100 ആണ് ഫോർമുല. നമുക്ക് ഇതിൽ കോൺട്രിബ്യൂഷൻ അറിയാം, സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ് കോൺട്രിബ്യൂഷൻ ആണ്, ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ഇക്വേഷൻ നമ്മളൊന്ന് മാറ്റി എഴുതിയെന്നുള്ളൂ. ഈ ക്വസ്റ്റ്യനിൽ സെയിൽസ് എന്ന് പറഞ്ഞാൽ 4 lakh ആണെന്നറിയാം, വേരിയബിൾ കോസ്റ്റ് 2,80,000 ആണ്, മൈനസ് 2,80,000 ഡിവൈഡഡ് ബൈ സെയിൽസ് എന്ന് പറഞ്ഞാൽ അറിയാം 4 lakh. സെയിൽസ് എത്രയാണ്? ഫോർമുലയിൽ സെയിൽസ് എന്ന് പറഞ്ഞാൽ 4 lakh ഇൻറ്റു 100 ആണ്. അപ്പം 4 lakh നിന്ന് 2,80,000 പോയാൽ 1,20,000 ഡിവൈഡഡ് ബൈ 4 lakh ഇൻറ്റു 100. ഇതിലെ 3 പൂജ്യവും ഇതിലെ 3 പൂജ്യം ക്യാൻസൽ ആവും, ഇതിലെ 2 പൂജ്യം ഇതിലെ 2. 120 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ തന്നെ അറിയാം 30% ആണ് PV റേഷ്യോ. നമുക്ക് 30 കിട്ടും. PV റേഷ്യോ എപ്പോഴും പെർസെൻറ്റേജിലായിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പെർസെൻറ്റേജ് ഇടുക, 30% കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് BEP ആണ്. അപ്പോൾ PV റേഷ്യോ തന്നിട്ട് നമ്മൾ BEP കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല പഠിച്ചായിരുന്നു. BEP ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ എന്ന ഫോർമുല നമ്മൾ പഠിച്ചായിരുന്നു. ആ ഫോർമുല നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. PV റേഷ്യോ കണ്ടുപിടിച്ചു. ഇനി BEP ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ PV റേഷ്യോ. PV റേഷ്യോ അറിയാമെങ്കിൽ ഈ ഫോർമുല യൂസ് ചെയ്യാവുള്ളൂ. നമ്മളിവിടെ പഠിച്ചായിരുന്നു, എന്താ ഇവിടെ നമ്മൾ പഠിച്ചായിരുന്നു PV റേഷ്യോ ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ ബ്രേക്ക് ഇവൻ സെയിൽസ്. ഈ ഇക്വേഷനും കൂടെ പഠിച്ചാലേ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഇതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ബ്രേക്ക് ഇവൻ സെയിൽസ് കണ്ടുപിടിക്കാൻ ഫോർമുല മാറ്റി എഴുതാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതാണ് മെയിൻ ഇക്വേഷൻ. PV റേഷ്യോ ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ ബ്രേക്ക് ഇവൻ സെയിൽസ്. അപ്പോൾ ആ ഫോർമുല വേണം നമ്മൾ യൂസ് ചെയ്യാൻ. അപ്പോൾ ഇതിൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്, ഇത്ര 60,000 rupees ആണ് ഫിക്സഡ് കോസ്റ്റ്. ഞാനിവിടെ 60,000 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഡിവൈഡഡ് ബൈ 30%. ഓക്കെ, നമുക്ക് 60,000 ഡിവൈഡഡ് ബൈ 30%, 30/100 ആണ്. അപ്പോൾ നമുക്കിതിൽ ഇത് ചെയ്യാൻ നോർമലി മാത്സ് അറിയാവുന്നവർക്കൊക്കെ ഇത് അറിയാം. നമുക്ക് എന്നാലും മാത്സ് അറിഞ്ഞുകൂടാത്തവർക്ക് ഇത് ബേസിക് ഒരു ഫോർമുലയാണ്. A ഡിവൈഡഡ് ബൈ B/A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A ഇൻറ്റു A/B എന്നാണ് പറയുന്നത്. കാര്യം ഈ B/A നെ നമ്മൾ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം.
എ ഡിവൈഡഡ് ബൈ ബി ബൈ എ എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിനെ നമ്മളൊരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ തിരിച്ചിട്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. ഇതൊരു റൂളാണ്. എ ഡിവൈഡഡ് ബൈ ബി ബൈ എ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എ ബൈ ബി. അപ്പോൾ അതായത് 60,000 ഇൻറ്റു നമുക്ക് താഴെ 30/100 വന്നു. ഈ 30/100നെ നമ്മൾ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അതായത് ഇൻറ്റു 100/30 എന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കിതിൽ ഇവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടും ആൻസർ. പക്ഷെ എന്നാലും നമുക്ക് കാൽക്കുലേഷൻ കുറച്ച് വീക്കായവർ ആണെങ്കിൽ നമ്മൾ ഈ 0യും ക്യാൻസൽ ചെയ്യുക. പിന്നെ ഈ 3ഉം ഈ 60ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 20 വരും. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ₹2 lakh എന്ന് കിട്ടും. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലമാണ്. നമുക്ക് ബേസിക്സ് അറിയാമെങ്കിൽ ഇത് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ പി വി റേഷ്യോ കണ്ടുപിടിച്ചു, ബി പി കണ്ടുപിടിച്ചു. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ ഇക്വേഷനാണ്. നമുക്ക് ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ ഏത് പ്രോബ്ലവും ചെയ്യാം. അടുത്ത പ്രോബ്ലത്തിലോട്ട് പോകാം. അടുത്ത ലാസ്റ്റ് പ്രോബ്ലം. ഇതിൽ നമുക്ക് പി വി റേഷ്യോ കണ്ടുപിടിക്കണം, ബ്രേക്ക് ഇവൻ പോയിന്റ് യൂണിറ്റ്സ് കണ്ടുപിടിക്കണം, ബ്രേക്ക് ഇവൻ പോയിന്റ് സെയിൽസ് വാല്യൂ കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് പി വി റേഷ്യോ കണ്ടുപിടിക്കാം. പി വി റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം, കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ആണ്. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. നമുക്കിതിൽ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ സെയിൽസിൻ്റെയും വേരിയബിൾ കോസ്റ്റിൻ്റെയും വാല്യൂ അറിയത്തില്ല. നമുക്ക് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് അറിയാം, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് അറിയാം. നമുക്ക് ഇക്വേഷനെ മാറ്റി എഴുതാം. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് മൈനസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 എന്നാക്കാം. ഇതിലെ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 20 ആണ്, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 12 ആണ്, ഡിവൈഡഡ് ബൈ സെയിൽസിൻ്റെ വാല്യൂ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ₹20 ആണ്, ഇൻറ്റു 100 നമുക്ക് എഴുതാം. അതായത് 20 - 12 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8/20 ഇൻറ്റു 100. ഇത് രണ്ടും ഒരു 4ൽ ക്യാൻസൽ ചെയ്യാം. 2 ഇതൊരു 4, ഇത് 5. അപ്പോൾ ഈ 5 നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം 40% ആണ്. ഡൗട്ടുള്ളവർ 2/5 ഇൻറ്റു 100 എന്ന് വീണ്ടും എഴുതുക. ഈ 5 കൊണ്ട് ഈ 100നെ ക്യാൻസൽ ചെയ്യാം, 20 ആവും. അപ്പോൾ 40% എന്ന് നമുക്ക് കിട്ടും. അതായത് പി വി റേഷ്യോ എപ്പോഴും പെർസെൻറ്റേജിലായിരിക്കും. അപ്പോൾ നമ്മൾ 40% എന്ന് കിട്ടി. ഇനി അടുത്ത് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ്. അപ്പോൾ ആദ്യത്തെ നമ്മൾ കണ്ടുപിടിച്ച് പി വി റേഷ്യോ കണ്ടുപിടിച്ച്, ഇനി അടുത്ത ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഫോർമുല അറിയാം. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ് എൻ്റെ ഇക്വേഷൻ. ഫിക്സഡ് കോസ്റ്റ് നമുക്കറിയാം എത്രയാണ്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 32,000 ആണ്. 32,000 ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റിൻ്റെ ഫോർമുല നമുക്ക് അറിയാം, SP മൈനസ് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് മൈനസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ്. അതായത് 32,000 ഡിവൈഡഡ് ബൈ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 20 ആണ്, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 12 ആണ്. അപ്പോൾ ദാറ്റ് ഇംപ്ലൈസ് 32,000 ഡിവൈഡഡ് ബൈ 8 എന്ന് വരും. അതായത് 4,000 യൂണിറ്റ്സ് ആണ്. ബ്രേക്ക് ഇവൻ പോയിന്റ്സ് ഇൻ യൂണിറ്റ്സ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻ സെയിൽസ് വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ നമ്മൾ എ കണ്ടുപിടിച്ചു, ബി കണ്ടുപിടിച്ചു. ഇനി അടുത്ത സി, അത് ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻ സെയിൽസ് വാല്യൂ. നമുക്ക് ഈ ക്വസ്റ്റ്യൻ പല രീതിയിൽ ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്ക് പി വി റേഷ്യോ തന്നുകൊണ്ട് തന്നെ ഈ ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ ബ്രേക്ക് ഇവൻ പോയിന്റ് സെയിൽസ് വാല്യൂ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. പി വി റേഷ്യോ തരികയാണെങ്കിൽ പി വി റേഷ്യോ കൂടെ ചേർന്നിട്ടുള്ള ഇക്വേഷനെ നമ്മൾ ബ്രേക്ക് ഇവൻ പോയിന്റ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യാം. പി വി റേഷ്യോ നമ്മൾ ഈ ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ചു, അതുകൊണ്ട് നമ്മൾ ആ ഇക്വേഷൻ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ സേഫ്. ബ്രേക്ക് ഇവൻ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 32,000. അപ്പോൾ 32,000 ഡിവൈഡഡ് ബൈ നമ്മൾ കണ്ടുപിടിച്ച ബ്രേക്ക് ഇവൻ പി വി റേഷ്യോ എന്ന് പറഞ്ഞാൽ 40% ആണ്. അതായത് 32,000
ഡിവൈഡഡ് ബൈ 40/100 ആണ്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്തതുപോലെ ഈ 40/100 നമ്മൾ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 32,000 ഇൻറ്റു 100/40. അപ്പോൾ ഇതിൽ 0 ക്യാൻസൽ. ഇത് ഒരു 8 പ്രാവശ്യം, അതായത് 80,000 റുപ്പീസ് 80,000 എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഡൗട്ട് ഇല്ലാന്ന് വിശ്വസിക്കുന്നു. ഇതെല്ലാം ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കിത് ചെയ്യണമെങ്കിൽ ആകെപ്പാടെ ഇതിൻ്റെ ഫോർമുലാസ് മാത്രം അറിഞ്ഞാൽ മതി. നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഫോർമുലാസ് എല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം ചെയ്യാം. നമ്മൾ ഇല്ലസ്ട്രേഷൻ 18 വരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത പ്രോബ്ലംസും നമ്മൾ ഉടനെ തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ ജസ്റ്റ് റിവൈസ് ചെയ്യുക. ഇത് പഠിക്കുന്നതിന് ആകെപ്പാടെ 5 ഫോർമുല ചെയ്താൽ ഇന്ന് പഠിപ്പിച്ച എല്ലാ ഫോർമുലാസും നമുക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതിൽ ആദ്യം നമ്മൾ പഠിച്ചത് ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സിൻ്റെ കുറച്ച് ഫോർമുലാസ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ ഇന്ന് പഠിച്ച ഫോർമുലാസ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് ഈ 2 ഇക്വേഷൻസും ആദ്യം ബേസിക്കായിട്ട് പഠിക്കുക. എന്ത് ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഈ ഇക്വേഷൻ ആദ്യം പഠിക്കുക. പിന്നെ ബ്രേക്ക് ഈവൻ സെയിൽസ് ഡിവൈഡഡ് ബൈ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ്. അടുത്തത് ബ്രേക്ക് ഈവൻ പോയിന്റ് സെയിൽസ് വാല്യൂ. ദാറ്റ് ഈസ് ഈ 3 ഇക്വേഷൻ നമ്മൾ പഠിച്ചാൽ ഈ പ്രോബ്ലംസ് എല്ലാം ചെയ്യാൻ പറ്റും. ആദ്യത്തത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഇൻറ്റു ടോട്ടൽ സെയിൽസ് വാല്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ സെയിൽസ് വാല്യൂ മൈനസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, അതായത് എഫ് ഇൻറ്റു എസ് ഡിവൈഡ് ബൈ എസ് മൈനസ് ബി, പിന്നെ എഫ് ഇൻറ്റു എസ് ഡിവൈഡ് ബൈ സി, അതായത് ടോട്ടൽ സെയിൽസ് വാല്യൂ മൈനസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റിന് ടോട്ടൽ കോൺട്രിബ്യൂഷൻ ആണെന്ന് അറിഞ്ഞാൽ നമുക്ക് ആ ഇക്വേഷനിൽ കുറച്ചും കൂടെ മാറ്റി എഴുതാം. പിന്നെ അവസാനത്തെ ഇക്വേഷൻ ബ്രേക്ക് ഈവൻ പോയിന്റിന് നമുക്ക് ബ്രേക്ക് ഈവൻ പോയിന്റിന് യൂണിറ്റ്സ് വാല്യൂ അറിയാമെങ്കിൽ ഇൻറ്റു സെല്ലിംഗ് പ്രൈസും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നമ്മളിന്ന് പഠിപ്പിച്ചതെല്ലാം അത് കഴിഞ്ഞ് നമ്മൾ പി വി റേഷ്യോ എന്തോന്ന് പഠിച്ചു. മെയിനായിട്ട് കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ആണ് പി വി റേഷ്യോ എന്ന് പറയുന്നത്. അല്ലാണ്ട് കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. അതായത് ചേഞ്ച് ഇൻ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു 100 എന്നും പറയാം. അല്ലെങ്കിൽ പി വി റേഷ്യോയിൽ നമുക്ക് വേറൊരു ഇക്വേഷൻ പഠിച്ചായിരുന്നു, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ്. പിന്നെ അവസാനം പഠിച്ച ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പി വി റേഷ്യോ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഫിക്സഡ് കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടുപിടിക്കാനോ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. അതായത് ബ്രേക്ക് ഈവൻ പോയിന്റ് അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ സെയിൽസ് കണ്ടുപിടിക്കുക ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ, ഈ ഇക്വേഷനും പഠിക്കുക. പിന്നെ നമ്മൾ ഇന്ന് പഠിച്ച പ്രോബ്ലംസ് എല്ലാം വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്. ആദ്യം നമ്മൾ ഈ ബ്രേക്ക് ഈവൻ പോയിന്റ് ഈ ഫോർമുല യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ്. അത് കഴിഞ്ഞാൽ രണ്ടാമത് ഈ ഫോർമുല എഫ് ഇൻറ്റു എസ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ എന്ന ഇക്വേഷൻ യൂസ് ചെയ്തു. അത് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചതൊരു ആദ്യത്തെ ബി പി യൂണിറ്റ്സിൻ്റെ ഫോർമുല യൂസ് ചെയ്ത ഒരു പ്രോബ്ലം. പിന്നെ അത് ബി പി ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എന്ന പ്രോബ്ലം ചെയ്തു. ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള പ്രോബ്ലം. ഡയറക്റ്റ് പ്രോബ്ലംസ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് എഫ് ഇൻറ്റു എസ് ഡിവൈഡ് ബൈ എസ് മൈനസ് ബി. ഇതും പി വി റേഷ്യോയുടെ ഫോർമുല അറിയാമെങ്കിൽ ചെയ്യാം. പി വി റേഷ്യോ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ്. ഇതും കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് കണ്ടുപിടിക്കുക, അതിൽ നിന്ന് ബി ഇ പി വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ ഇതെല്ലാം ഡയറക്റ്റ് പ്രോബ്ലംസ് ആണ്. നമ്മൾ വലുതായിട്ടൊന്നും വലിയ പാടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഫോർമുല പഠിക്കുക, ചെയ്തു നോക്കുക. അപ്പം നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ദാറ്റ്സ് ഓൾ.